ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 125 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഇസ്രയേൽ സേനയും റഷ്യൻ സേനയും ബലാത്സംഗങ്ങളും ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും നടത്തിയെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. 50 ഇസ്രയേലി ബന്ദികളെ ഒറ്റയടിക്ക് വിട്ടയച്ചാൽ 60 ദിവസത്തെ വെടിനിർത്തൽ ആലോചിക്കാമെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ കൂടുതൽ വിശദമായി പ്രതിപാദിക്കാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേരുകയാണ്. ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ്. ഇസ്രായേല് അതിന്റെ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് 125 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട്. പ്രധാനമായിട്ട് ഗസ സിറ്റിയെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത്. കാരണം ഗസ സിറ്റി പിടിച്ചടക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ടുള്ള റെയ്ഡുകൾ, ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടവരുടെ സംഖ്യ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണസംഖ്യ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിൽ വലിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. SKN UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇസ്രായേല് ഗസയിൽ നടത്തുന്ന യുദ്ധത്തിലും റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിലും ഒരുപാട് ലൈംഗിക അതിക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ നടന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഐക്യരാഷ്ട്രസഭ തന്നെ യുദ്ധത്തിനിടയിൽ പുറത്തുവിടാന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഗസയിലാണെങ്കിൽ കൊല്ലപ്പെട്ടവരിൽ 18,300ഓളം പേര് കുട്ടികളാണ്. ഏതാണ്ട് അത്രയും തന്നെ സ്ത്രീകൾ, വനിതകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ അവകാശപ്പെടുന്ന ഹമാസാണ് 25,000 പേര് കൊല്ലപ്പെട്ടതെന്നാണ്. ഹമാസിൻ്റെ വളരെ ചുരുക്കം പേര് കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ഹമാസ് ഫലത്തിൽ ഒളിവിൽ നിൽക്കുകയാണ്. ഇവർ വന്ന് ബോംബ് ചെയ്യുന്നത് മുഴുവൻ സിവിലിയൻ സാധാരണക്കാരായ മനുഷ്യരുടെ മേലാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് 25 രാജ്യങ്ങൾ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ഈ നരഹത്യ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ കുറച്ച് ട്രക്കുകൾ, ഇന്ന് 320 ട്രക്കുകൾ കടത്തിവിട്ടു. പക്ഷെ ആയിരക്കണക്കിന് ട്രക്കുകൾ എത്തിയാലും തീരാത്തത്ര പട്ടിണിയാണ്. അവിടെ പട്ടിണി വാഴുകയാണ്, ജനം മരിച്ചു വീഴുകയാണ്. അപ്പോൾ അവിടെ ഈ പട്ടിണി കിടന്ന് മരിച്ചവരുടെ സംഖ്യ തന്നെ 250ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് SKN. അപ്പോൾ ഈ തരത്തിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നു എന്ന് മാത്രമല്ല, കരസേന അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ഒരു നിർദ്ദേശം ഇസ്രായേല് മുന്നോട്ട് വെച്ചതായി അറിയുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ സമ്മതിക്കാം, പക്ഷെ മുഴുവൻ 50 ബന്ദികളെയും വിട്ടയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SKN.